നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയതിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് വളപ്പിൽ കയറി പ്രതിഷേധിച്ചു. രാജ്യത്തെ കോൺഗ്രസ് നടപ്പാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഓരോന്നായി അട്ടിമറിക്കാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഷമീർ അൻസാരി. കൊടുങ്കുറ്റവാളി പൂച്ചാണ്ടി ഗോവിന്ദരാജ് ഇപ്പോഴും കാണാമറിയത്ത. ഒറ്റപ്പാലത്തെ കവർച്ചയ്ക്കിടെ വയോധിക ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച തമിഴ്നാട് സ്വദേശിയായ കൊടുങ്കുറ്റവാളി വിയൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് 2.5 വർഷം മുമ്പ്. ഗോവിന്ദരാജ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ പിടിയിലായ ബാലമുരുകനേക്കാൾ അക്രമകാരിയായ മോഷ്ടാവ്. തൃശൂർ പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്തെ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ തകർത്ത് 15,000 രൂപയോളം കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എലപ്പുള്ളിയിൽ യുവാവിനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പലിശ ഇടപാടുകാരായ 2 പേർ അറസ്റ്റിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയതിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിനെ മറികടന്ന പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് വളപ്പിനകത്ത് കയറിയും പ്രതിഷേധിച്ചു. കോൺഗ്രസ് UPA സർക്കാരുകൾ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ പേരുമാറ്റിയാൽ തകരുന്നതല്ല കോൺഗ്രസ് നിലപാടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഷമീർ അൻസാരി പറഞ്ഞു. കോൺഗ്രസ് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനാണ് NDA സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാനുള്ള കഠിന പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നും ഷമീർ അൻസാരി കുറ്റപ്പെടുത്തി. അട്ടിമറിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലധികം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അതിൽ നിന്നും നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് പോലും എടുത്തു മാറ്റുന്ന രീതിയിലേക്കുള്ള ഹീനമായ പ്രവൃത്തിയാണ് BJPയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയെ പേടിക്കുന്നു എന്ന് വെച്ചാൽ, മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യ നിലനിന്നാൽ അവർക്ക് ഭാവിയിൽ മതഭ്രാന്തന്മാരെ സൃഷ്ടിച്ച് ഈ രാജ്യത്ത് ഭരണം പിടിക്കാൻ പറ്റാതെ പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പോലും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അജാസ് കുഴൽമന്ദം, ഗൗജ വിജയകുമാർ, പ്രശോഭ് വത്സൻ, പ്രതീഷ് മാധവൻ, ഗിരീഷ് ഗുപ്ത, PT അജ്മൽ, സതീഷ് തിരുവാലത്തൂർ, K സാജൻ, C വിഷ്ണു, നവാസ് കരിമ്പ, മനു പ്രസാദ്, നിഖിൽ കണ്ണാടി, വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എലപ്പുള്ളി യുവാവിനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പലിശ ഇടപാടുകാരായ 2 പേർ അറസ്റ്റിൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 17 നടന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചതോടെയാണ് കസബ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. എലപ്പുള്ളി ഒകരപ്പള്ളം സ്വദേശി വിപിനെ മർദ്ദിച്ച സംഭവത്തിൽ വിപിന്റെ സുഹൃത്തുക്കളും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ ഒകരപ്പള്ളം സ്വദേശി ശ്രീകേഷ്, ആലാമരം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ കൊല്ലപ്പെട്ട രാത്രിയിലാണ് ഏറെ അകലെയല്ലാത്ത എലപ്പുള്ളിയിലും സമാന രീതിയിൽ മർദ്ദനമുണ്ടായത്. ഒരു സംഘം വിപിനെ ബലമായി പിടിച്ചതിന് ശേഷം
തോർത്തുപയോഗിച്ച് വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് വടിവാൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പലിശയ്ക്ക് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് നിഗമനം. ക്രൂരമർദ്ദനത്തിനിരയായിട്ടും സുഹൃത്തുക്കളായ ശ്രീകേഷിനും ഗിരീഷിനുമെതിരെ പോലീസിൽ പരാതിപ്പെടാനോ ചികിത്സ തേടാനോ വിപിൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മർദ്ദനത്തിന്റെ ദൃശ്യം പ്രചരിച്ചതോടെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിപിനും പരാതി നൽകി. കഴിഞ്ഞ വിനായക ചതുർത്ഥി ദിനത്തിൽ എലപ്പള്ളിയിലുണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് ശ്രീകേഷും ഗിരീഷും. ഇവരെ എലപ്പള്ളിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ചാടിപ്പോയ കൊടുംകുറ്റവാളി ബാലമുരുകൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെ പിടിയിലായപ്പോൾ ഇതേ ജയിലിൽ നിന്ന് ചാടിപ്പോയ തമിഴ്നാടുകാരനായ മറ്റൊരു കൊടുംകുറ്റവാളി ഇപ്പോഴും കാണാമറയത്ത്. 2.5 വർഷം മുമ്പ് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് പൊള്ളാച്ചി സ്വദേശി ഗോവിന്ദരാജ് എന്ന പൂച്ചാണ്ടി ഗോവിന്ദരാജിനെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കൊടുംകുറ്റവാളി ബാലമുരുകൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെ പിടിയിലായിരുന്നു. എന്നാൽ ഇതേ സെൻട്രൽ ജയിലിൽ നിന്ന് 2.5 വർഷം മുമ്പ് രക്ഷപ്പെട്ട തമിഴ്നാട്ടുകാരനായ മറ്റൊരു കൊടും കുറ്റവാളിയുണ്ട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് കവർച്ചയ്ക്കിടെ ദമ്പതികളെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവ് ചാടിയ കുപ്രസിദ്ധ മോഷ്ടാവ് ഗോവിന്ദരാജ് എന്ന പൂച്ചാണ്ടി ഗോവിന്ദരാജ്. ഗോവിന്ദരാജിനെക്കുറിച്ച് കേരള തമിഴ്നാട് പോലീസിനും ക്യൂ ബ്രാഞ്ചിനും ഇപ്പോഴും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. തടവ് ചാടി 2.5 വർഷത്തോളമായി പുറത്തു വിലസുന്ന ഗോവിന്ദരാജ് ഇരകളെ ആക്രമിച്ച് മോഷണം നടത്തുന്ന രീതി പിന്തുടരുന്ന കുറ്റവാളിയാണ്. ഇയാളുടെ പേരിലുള്ള കേസുകളേറെയും ആക്രമിച്ചുള്ള കവർച്ച സംബന്ധിച്ചാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഒറ്റപ്പാലത്തെ കേസിൽ റെക്കോർഡ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും നിയമിച്ച് വിചാരണ തുടങ്ങിയതിന് പിന്നാലെ 2023 സെപ്റ്റംബർ 8-നാണ് ഗോവിന്ദരാജ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. 2022 നവംബർ 11 പുലർച്ചെയാണ് വിമുക്ത ഭടനും SBI റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായ പാലപ്പുറം മുണ്ടഞ്ഞാറ ആട്ടീരിയിൽ സുന്ദരേശ്വരനും ഭാര്യ റിട്ടയർഡ് അധ്യാപിക അംബികാദേവിയും കവർച്ചയ്ക്കിടെ ആക്രമിക്കപ്പെട്ടത്. വീടിൻ്റെ മേൽക്കൂരയിലെ ഓടുപൊളിച്ചകത്തു കിടന്ന മോഷ്ടാവിനെ ദമ്പതികൾ കണ്ടതിന് പിന്നാലെയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന മടവാൾ ഉപയോഗിച്ച് ആക്രമണം. അല്പനേരം വിലപിടിപ്പുള്ള ഉരുപ്പടികൾ തിരഞ്ഞെങ്കിലും കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണുമായി ഗോവിന്ദരാജ് സ്ഥലം വിട്ടു. ഗുരുതരമായി പരിക്കേറ്റ ദമ്പതികൾ ദിവസങ്ങളോളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗോവിന്ദരാജ് കൈക്കലാക്കിയ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചടുലമായ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാനമായ വേഗം തുടരന്വേഷണത്തിലും കുറ്റപത്രം തയ്യാറാക്കലിലും പോലീസ് പിന്തുടർന്നെങ്കിലും വിചാരണ തുടങ്ങിയതിന് പിന്നാലെ ഇയാൾ തടവ് ചാടി ജാമ്യത്തിനുള്ള പഴുതുപോലും അടച്ചു. സംഭവം നടന്ന് 35-ാം നാളിലാണ് ഒറ്റപ്പാലം പോലീസ് മുൻ ഇൻസ്പെക്ടർ M. സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആക്രമിക്കപ്പെട്ട ദമ്പതികളുടെ അപേക്ഷ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും നിയമിച്ചു. വിചാരണ തുടങ്ങിയതിന് പിന്നാലെ ഗോവിന്ദരാജ് തടവ് ചാടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്തെ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. മോഷണത്തിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 15,000 രൂപയോളം മോഷണം പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. സൈക്കിളിലാണ് മോഷ്ടാവ് എത്തിയത്. നടപ്പുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്ന ശേഷം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. വഴിപാട് കൗണ്ടറിലെ അലമാര തകർത്താണ് പണം കവർന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉൾനാടൻ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പെരുങ്ങോട്ടുകുറിശ്ശിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉൾനാടൻ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരുങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 38 കർഷകർക്കാണ് മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമ്പത്ത് വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ പദ്ധതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വിളവെടുക്കാനും അതുപോലെ തന്നെ വിപണനം നടത്താനും കഴിയുന്നുണ്ട്. ഈ വർഷം മീൻകുഞ്ഞുങ്ങൾ കിട്ടാൻ കുറച്ച് വൈകി, എന്നിരുന്നാലും മീൻകുഞ്ഞുങ്ങളെത്തി. അടുത്ത വർഷം തൊട്ടത് നേരത്തെ വിതരണം ചെയ്ത് വളർച്ചെത്താൻ കാലഘട്ടം ഉണ്ടാവുന്നത്. വേനൽക്കാലമായതുകൊണ്ട്
കുളങ്ങളിൽ വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്ന അവസ്ഥയാണ്. അത് ജൂണിലാണ് കിട്ടേണ്ടത്. ജൂണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിനെ നന്നാക്കി എടുക്കാൻ സാധിക്കും. പഞ്ചായത്തിലെ മത്സ്യകൃഷി പ്രൊമോട്ടർ എം കമലം പദ്ധതി വിശദീകരിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ത്രിദിന ക്യാമ്പിന് തുടക്കം കുറിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ത്രിദിന ക്യാമ്പിനാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചെയർപേഴ്സണെ HM ലക്ഷ്മിദേവി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്യാമ്പിൻ്റെ രണ്ടാം ദിനത്തിൽ രാവിലെ യോഗ പരിശീലനം, തുടർന്ന് മുണ്ടായിലെ കൃഷിഫാം സന്ദർശിക്കൽ എന്നിവ നടന്നു. വീണ്ടും സ്കൂളിലെത്തിയ ക്യാമ്പിലെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. സംരംഭക മഞ്ജു, ജൈവ കർഷകനായ നാരായണൻ എന്നിവർ ക്ലാസ് എടുത്തു. വെള്ളം വേണം, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അത് കഴിക്കാൻ തോന്നണമെങ്കിൽ എന്തൊക്കെ വേണം? അല്ല, അതിനൊരു മണം വേണം, വേണ്ടേ? സാമ്പാറിൻ്റെ മണമാണോ ബിരിയാണിക്കുള്ളത്? അതാണോ ഉപ്പുമാവിനുള്ളത്? അതാണോ ദോശയ്ക്കുള്ളത്? അത് വ്യത്യസ്തമാണ്. എവിടെയെങ്കിലും ദോശ ചൂടണം, മണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് ദോശയാണ്, ഇല്ലേ? സാമ്പാർ ഉണ്ടാക്കണം, മണം കേട്ടാൽ മല്ലിയപ്പ് വറുക്കണം കേട്ടാൽ. HM ലക്ഷ്മിദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോർജ് വയനാട്, ആൻഡ്രൂസ് ഷൊർണൂർ, ഹിലാൽ കോട്ടയം എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം കളിപ്പാട്ട നിർമ്മാണവും ഉണ്ടായിരുന്നു. 31-ന് ക്യാമ്പ് സമാപിക്കും. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഉദ്ദേശമെന്ന് HM ലക്ഷ്മിദേവി പറഞ്ഞു. 2022 കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. ഗണേശഗിരി സ്കൂളിന് അത് 2022 തന്നെ അനുവദിച്ച് കിട്ടി. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ 5 സ്കൂളുകളിൽ ഒന്നാകാനുള്ള ഭാഗ്യം നമ്മുടെ സ്കൂളിന് ലഭിച്ചു. 3 വർഷം തുടർച്ചയായി കുട്ടികൾക്ക് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളാകാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റും ഗ്രേസ് മാർക്കും ഒക്കെ ലഭിക്കും. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് സ്കൂൾ സർവീസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ജില്ലയിൽ ആകെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റ് ലഭിച്ച 5 വിദ്യാലയങ്ങളിലൊന്നാണ് ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തനം കലാഭവൻ മണി പുരസ്കാര ജേതാവുമായ ബിജുമോൻ പദ്രികുലം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ S. സുരേഷ് കുമാർ, പ്രോഗ്രാം ഓഫീസർ അസൻ ബാനു, K. രാജേഷ്, ഡോക്ടർ ധന്യ ദിനേശ്, സീനത്ത് പ്രിയ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ വീടിൻ്റെ ടെറസിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു. ഓട്ടുപാറ കൂന്തിലി വീട്ടിൽ പൗലോസിൻ്റെ മകൻ 65 വയസ്സുള്ള പോളാണ് മരിച്ചത്. വീടിൻ്റെ ടെറസിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ പോളിനെ വീട്ടുകാർ ഉടൻ തന്നെ ഓട്ടുപാറ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മകൻ വിപിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പരിപാടിയുടെ ഭാഗമായി ചെറുതുരുത്തിയിൽ ചതുർദിന പരിശീലന പരിപാടി തുടരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കിലയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സർക്കാരും ജനങ്ങളും രണ്ടല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സർക്കാരാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതിന്റെ തെളിവായി ഈ 10 വർഷത്തിന്റെ ഭരണത്തിന്റെ നമുക്ക് എടുത്തു പറയാവുന്ന മികവുകളും അതിലുണ്ടായിട്ടുള്ള ന്യൂനതകളൊക്കെ അറിയുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം നേരിട്ട് സ്വീകരിച്ച് ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിനുവേണ്ടി 84,000-ഓളം വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്ത് 85 ലക്ഷത്തോളം ജനങ്ങളിൽ നിന്ന് നേരിട്ട് ആശയങ്ങൾ കലർത്തുകയാണ് ചെയ്തത്. ഇതത്ര നിസ്സാരമായ പരിപാടി എന്നാണ് നമുക്കറിയാൻ കാരണം. വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് അധ്യക്ഷത വഹിച്ചു.
വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കില ബ്ലോക്ക് കോർഡിനേറ്റർ N കുമാരൻ, കോർഡിനേറ്റർമാരായ K സുഭാഷ്, സുബിൻ ചെറുതുരുത്തി, CR രഞ്ജിനി, ബിനിഷ, KP രമ്യ, V ശേഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശമംഗലം, വരവൂർ, മുള്ളൂർക്കര പഞ്ചായത്തുകളിലെ സന്നദ്ധ സേനാംഗങ്ങൾക്കാണ് ആദ്യ 2 ദിനങ്ങളിലെ പരിശീലനം. തുടർന്ന് വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തിലെ സന്നദ്ധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കടലാമ മുട്ടകളിട്ട് മടങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുക. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ നിന്ന് പകർത്തിയ കാഴ്ചകളിലേക്ക്. മുട്ടകളിട്ട് മടങ്ങുന്ന കടലാമയുടെ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ അപൂർവമാണ്. 5ഉം 10ഉമല്ല 100 മുട്ടകളാണ് ഈ കടലാമ ഇട്ടത്. പ്രദേശത്തെ CPM പ്രവർത്തകർ വിവരമറിയിച്ചതോടെ പുത്തൻ കടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ സ്ഥലത്തെത്തി. ഓരോ മുട്ടകളും ശ്രദ്ധയോടെ എടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. മുട്ടകൾ വിരിയുന്നതുവരെ കാത്തിരുന്ന ശേഷം പ്രവർത്തകർ തന്നെ കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് വിടും. കടലാമ സംരക്ഷണ പ്രവർത്തകരായ സെയ്ദ് മുഹമ്മദ്, നസീർ, റൌഫ്, ഷംനാദ് എന്നിവരും CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഹസീബ്, PH മഹറൂഫ് എന്നിവരുടെയും നേതൃത്വത്തിൽ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയതിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് വളപ്പിൽ കയറി പ്രതിഷേധിച്ചു. രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഓരോന്നായി അട്ടിമറിക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഷമീർ അൻസാരി. കൊടുങ്കുറ്റവാളി പൂച്ചാണ്ടി ഗോവിന്ദരാജ് ഇപ്പോഴും കാണാമറിയത്ത. ഒറ്റപ്പാലത്തെ കവർച്ചയ്ക്കിടെ വയോധിക ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച തമിഴ്നാട് സ്വദേശിയായ കൊടുങ്കുറ്റവാളി വിയൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് 2.5 വർഷം മുമ്പ്. ഗോവിന്ദരാജ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് Q ബ്രാഞ്ചിന്റെ പിടിയിലായ ബാലമുരുകനേക്കാൾ അക്രമകാരിയായ മോഷ്ടാവ്. തൃശൂർ പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്തെ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ തകർത്ത് 15,000 രൂപയോളം കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എലപ്പുള്ളിയിൽ യുവാവിനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പലിശ ഇടപാടുകാരായ 2 പേർ അറസ്റ്റിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.